ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ബിന്നിയോട് അനീഷ് വന്നിട്ട് കിച്ചണിൽ ചൂലിട്ടിരിക്കുന്നു അത്ര. ആ ചൂല് ബിന്നിയാണ് ഇട്ടതെന്ന് പറഞ്ഞ അനീഷ് ഒരേ ഓർണമെന്റ്. ബിന്നിയാണെങ്കിൽ ഞാൻ ഇട്ടിട്ടില്ല, ഇട്ടവരോട് പോയി പറയൂ, അവർ വന്നിട്ട് തന്നെ ഈ ചൂല് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാൻ പറയുമെന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ഒരേ വഴക്കായി. പണിപ്പുരയിൽ 2 പ്രാവശ്യമായിട്ടാണ് പോവാനുള്ള ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോ പ്രാവശ്യം 5 പേര് പോവാം. പക്ഷെ അവർ നന്നായിട്ട് 5 പേര് പോയിട്ട് നന്നായി ഈ ടാസ്ക് നന്നായി ഫിനിഷ് ചെയ്തു. അത് നന്നായിരുന്നു. പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ എല്ലാവരും ചേർന്ന് സെലക്ഷൻ ചെയ്തത് ആര്യൻ, ജിസേൽ, അഭിലാഷിനെയാണ് സെലക്ഷൻ ചെയ്തത്. പിന്നെ ജയിൽ നോമിനേഷൻ ആയിരുന്നു. ഈ ജയിൽ നോമിനേഷനിൽ 3 പേരുടെ സെലക്ഷൻ ചെയ്തു. രേണുസുതി, നെവിൻ, അനുമോൾ, സരികയായിരുന്നു. അനുമോൾക്കും സരികയ്ക്കും ഒരേ വോട്ടിംഗ് ആയിരുന്നു. അതുകൊണ്ട് വീണ്ടും അവര് വോട്ട് ചെയ്ത് സെലക്ഷൻ ചെയ്തതിൽ സരികയ്ക്കാണ് കിട്ടിയത്. അനുമോൾക്കും ജിസേലിനും തമ്മിൽ ഭയങ്കര വഴക്കായി. കാരണം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, ജിസേൽ പറഞ്ഞു അനുമോളോട് ചുമ്മാ എല്ലാം കട്ടെടുക്കുന്നു എന്ന് പറഞ്ഞു, ചപ്പാത്തി കട്ടെടുത്തു എന്നും പറഞ്ഞിട്ടുള്ള പ്രശ്നമായിരുന്നു അവിടെ. അപ്പൊ അനുമോൾ പറഞ്ഞു ഞാൻ ഏതും ചെയ്യാത്തതിനെ എനിക്ക് ചെയ്തു എന്നുള്ളതാക്കിയല്ലോ എന്ന് പറഞ്ഞു ഒരേ കരച്ചിൽ ആർഭാട്ടായിരുന്നു. അപ്പൊ ഈ വോട്ടിങ്ങിൽ അനുമോൾക്ക് കമ്മിയായി. അതുകൊണ്ടാണ് സരിക്ക് വോട്ട് കൂടുതലായി കിട്ടിയത്. അതുകൊണ്ട് അവർ ജയിൽ നോമിനേഷന് പോകാൻ കാരണം. ജയിലിൽ ടാസ്ക് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 2 ഭരണി വെക്കും. ആ 2 ഭരണിയില് അകത്തുള്ള ജയിലിലെ അകത്തുള്ള 2 പേരും ലെമണും നെല്ലിക്കും അത് രണ്ടും ജയിലിന്റെ അകത്തുനിന്ന് ഭരണിയിലേക്ക് ഇടണം. അപ്പൊ അത് പുറത്തു വന്നു വന്ന് സരിക എടുത്ത് അവർക്ക് വീണ്ടും കൊടുത്ത് അത് വീണ്ടും എടുത്ത് അവർ അതിനുള്ളിൽ ഇടണം. അതാണ് ടാസ്ക് കൊടുത്തത്. പിന്നെ 5 സെക്കൻഡില് ജയിലിന്റെ അകത്തുള്ള 2 പേർക്ക് വന്നിട്ട് ടാസ്ക് പുറത്ത് വന്നിട്ട് ഒരു ഉപ്പും അച്ചാർ മിക്സും വെച്ചിട്ടുണ്ടാവും, അതെടുത്ത് ഭരണിയിൽ കൊട്ടണം. അത് 5 സെക്കൻഡിൽ ഇവർ 2 പേരും ചെയ്യുകയും വേണം. ആ ടാസ്കാണ് അവർക്ക് കൊടുത്തത്. ഇതായിരുന്നു ടാസ്ക് ഉണ്ടായിരുന്നത്. ഇന്നലത്തെ എപ്പിസോഡ് ഇതായിരുന്നു. എല്ലാവരും ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ മറക്കാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.